ഹലോ മൈ ഫ്രണ്ട്സ്, എന്തിനാണ് അവന്മാർ ഈ ടേബിളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നില്ലേ? നാളെ നമ്മുടെ നബിദിന പരിപാടിയാണ്. അതിന്റെ ചോറ് പതിയാൻ വേണ്ടിയാണ് അവന്മാർ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. ഇവരാണ് നമ്മുടെ നബിദിന പരിപാടിക്ക് വേണ്ടി അറുക്കാൻ പോകുന്ന കാളക്കുട്ടൻ. എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. പാത്രം കൊണ്ടുപോകുന്നതാണ് ആദ്യത്തെ ടാസ്ക്. പാത്രമെല്ലാം നമ്മൾ കൊണ്ടുപോയി അടിക്കപ്പോഴത്തേക്ക് ഏകദേശം രാത്രിയായി. ആസിഫ് അവിടെ ഇരിക്കുന്നത് വെള്ളം നോക്കി ഇരിക്കുകയാണ്. എപ്പോഴാണോ ഇനി വെള്ളം വരുന്നത്? പാത്രം കഴുകാൻ പോകുന്നു. ആസിഫ് വെള്ളം വന്ന സന്തോഷത്തിലാണ്. കാരണം തൊട്ടിയിൽ നമ്മൾ ഇനി സോപ്പ് കലക്കിയിട്ട് വേണം ചെമ്പെല്ലാം കഴുവാൻ. ഗൈസ്, ഈ വലിയ ചെമ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം വെള്ളം നിറച്ചിട്ട് അരി കഴുവാൻ, അല്ലേ? ഇറങ്ങാൻ പോവാ. ഇതിനകത്ത് ലാസ്റ്റ് കുളിച്ചു കയറാം. ഭയങ്കര ആത്മാർത്ഥതയോടുകൂടിയാണ് പൂച്ച സാർ പണിയെടുക്കുന്നത്. ഇനി ഉറപ്പായിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. ഓ ഗൈസ്, ചെമ്പിലേക്ക് വീണാലും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും പണി തുടരുവാണ് പൂച്ച സാർ. നമ്മുടെ പാചകക്കാരെല്ലാം നാളത്തെ മസാലയ്ക്ക് വേണ്ടി ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് പാട്ട് കൺട്രോൾ ചെയ്യുന്ന കുട്ടികളായിരിക്കും. പിന്നെ ഇക്കാമാരും കാക്കാമാരും എല്ലാം ഒന്നിച്ച് നിന്ന് നാളത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് ലൈറ്റിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സാധ്യത. അവൻ നാണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ക്യാമറ കണ്ടാലും ഇതാണ് നമ്മുടെ അറക്കലബു. നാളെ ആരെയൊക്കെ ഇടിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നബിദിനത്തിന്റെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി എല്ലാം പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് പൊതിയാക്കി വേണം ആൾക്കാർക്ക് കൊടുക്കാൻ. അതിനുവേണ്ടി മസാല എടുത്തുകൊണ്ടിരിക്കുകയാണ് കാക്ക. പൊതിയിൽ തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് ചോറ് എടുത്തിട്ടുണ്ട് പ്ലേറ്റിൽ ഇടാൻ വേണ്ടി. ഒരെണ്ണം പൊതിഞ്ഞു, ജസ്റ്റ് പൊതിഞ്ഞു നോക്കി എങ്ങനെ പൊതിയണം, എത്ര ക്വാണ്ടിറ്റിയിൽ ഇടണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എത്ര പൊതി കാണുമെന്നല്ല. ബട്ട് കറക്റ്റ് എത്ര പൊതിയാണെന്ന് ആർക്കും അറിയില്ല. മസാലത്തേക്ക് എല്ലാവരും അതിന്റെ ആകാംക്ഷയിലാണ്. ഞങ്ങൾ റബ്ബർ ഇടാൻ വേണ്ടി നിൽക്കുകയാണ് പൊതിഞ്ഞ പൊതിയിൽ. എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. എല്ലാവരും ഷടപടെ എന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പൈസയ്ക്ക് മെയിനായിട്ട് പടപടാന്നാണ് ചോറ് പൊതിഞ്ഞു. മസാല കൊണ്ടിടുന്നു, ചോറ് പൊതിയുന്നു, റബ്ബർ ഇടുന്നു, കെട്ടി മാറ്റുന്നു. അങ്ങനെ അഞ്ചാക പറഞ്ഞു 1000 പൊതിയായിരിക്കുകയാണെന്ന്. ആ സന്തോഷത്തിലാണ് ഞങ്ങൾ. ആസിഫിന്റെ പൊതി കിട്ടുന്നവർക്ക് ലോട്ടറിയാണ്. കാരണം മസാല തോനെയുണ്ട്, ചോറ് കുറവാണ് അതിൽ. റബ്ബറുടെ എക്സ്പേർട്ട് ഫൈസൽ കളത്തി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി പൊതികളുടെ എണ്ണം കൂടുമെങ്കിലും അണ്ടിപ്പരിപ്പിന്റെ എണ്ണം കുറയുന്നതാണ്. സമയം ഏകദേശം സന്ധ്യയായിട്ടുണ്ട്. ആൾക്കാരെല്ലാം കൂടി ഇനി മൗലൂദ് ഓതി ചോറ് കൊടുക്കാനുള്ള ആവേശത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഉസ്താദ് മൗലൂദ് ഓതുകയാണ്. എല്ലാവരും ദുആയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പൊതി കിട്ടാൻ വേണ്ടി. 3 സൈഡിൽ നിന്നാണ് ക്യൂ വരുന്നത്. അത്യാവശ്യം വലിയ ക്രൗഡാണ്. സംഘാടകരെ നമ്മൾ കൂട്ടുകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പരക്കം പായാണ്. അതിനിടയിൽ ഒരാൾ അങ്ങനെ ദുആയൊക്കെ കഴിഞ്ഞ് ചോറ് കൊടുത്ത് തുടങ്ങിയിരിക്കുകയാണ് ഗായ്സ്. തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ്. ഞാൻ രണ്ടാമത് മേടിക്കുന്നത് അറിയാനാണ് ഇവിടെ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര ആളാണ്. അവിടുന്ന് ഇവിടുന്ന് വല്ല ആൾക്കാർ കയറി ചോറ് മേടിച്ചുകൊണ്ട് പോവുകയാണ്. പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതി വിതരണം ഏകദേശം തീർന്നു. ഞങ്ങളെല്ലാവരും സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത മെമ്പറാ. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ നബിദിന പരിപാടി ഒജിന് തട്ടത്തോടെ അവസാനിച്ചിരിക്കുകയാണ്.